ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്, എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ട എന്ന് പറയുന്ന ആളാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ എന്ന് മാത്രമല്ല, പൊതുവെ എല്ലാ അമ്മമാരും എന്ത് ചോദിച്ചാലും വേണ്ട എന്ന് പറയും. നമ്മുടെ കയ്യിലെ കാശ് ചെലവാവണ്ട, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് നിനക്കത് ഉപയോഗിക്കാം എന്നിങ്ങനെയുള്ള കുറേ കാരണങ്ങളാണ് എൻ്റെ അമ്മയുടെ കയ്യിലുള്ളത്. സോ ഇന്ന് ഞങ്ങൾ പോകുന്നത് അമ്മയുടെ ലുക്ക് മൊത്തത്തിലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ചെരുപ്പ് നോക്കിയപ്പോൾ ഈ ഒരു ക്രോക്സ് ഞാൻ 2021 വാങ്ങിയതാണ്. ഇതുവരെ ഒരു കേടുപാടുമില്ല. എന്നാൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് താനും. അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തെയും കൂട്ടി ഇതാ ഈ കാണുന്നതാണ് എൻ്റെ അമ്മയുടെ ലുക്ക് എന്ന് പറയുന്നത്. മുഖം കണ്ടിട്ട് ആരും പേടിക്കണ്ട, എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് വരുന്നൊന്നുമല്ല. പുള്ളിക്കാരി യാത്ര പോകുന്നതിന് മുമ്പേ പ്രാർത്ഥനയും മന്ത്രജപവും ഒക്കെ ഉണ്ടാവും. വിശ്വാസങ്ങളെല്ലാം തന്നെ ഒരു പൊടിക്ക് കൂടുതലാണ് എൻ്റെ അമ്മയ്ക്ക്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിറങ്ങിയാൽ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഏറെക്കുറെ സത്യമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കോപ്പി ചെയ്തില്ലെങ്കിലും ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ കൂടെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ദോഹ സെന്ററിലേക്കാണ്. കാരണം നമ്മൾ നാട്ടിൽ പോകാനായിട്ട് പാക്കിംഗ് നടക്കുന്ന ഒരു ടൈമാണ്. കൂടാതെ അവിടെ ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുകയാണ്. പ്രത്യേകമായിട്ട് അവിടെ ചെറിയ വാക്യൂം ക്ലീനറിന് ഓഫർ ഇട്ടിട്ടുണ്ട്. സോ നമ്മളത് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ളത് കൊണ്ട് ചെറിയ ചെറിയ സ്ഥലത്ത് ഇടുക്കുകളിലൊക്കെ പൊടി എടുക്കാനായിട്ട് കുഞ്ഞു വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ നന്നാവും. സോ നമ്മൾ അത് വാങ്ങിക്കാനാണ് ഇപ്പോൾ ദോഹ സെന്ററിലേക്ക് പോകുന്നത്. അമ്മയുടെ 16ാമത്തെ വയസ്സിലെ മകളാണ് ഞാൻ. ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നതെന്ന് പലപ്പോഴും അമ്മ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ ഈ മോഡേൺ ഡ്രസ്സിനോടും മോഡേൺ ഓർണമെന്റ്സിനോടും ഒന്നും തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് ഈ ഹാങ്ങിങ് കമ്മലുകളൊക്കെ അമ്മയിട്ട് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ ഇതുവരെ ലൈഫിൽ ജീൻസ് ഉപയോഗിക്കോ അല്ലെങ്കിൽ ഷോർട്ട് ടോപ്പുകൾ ഉപയോഗിക്കോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് അതൊക്കെ താല്പര്യമുള്ള കാര്യങ്ങളാണ്. സോ ഇന്ന് നമ്മൾ അത്ര എക്സ്ട്രീം പോയില്ലെങ്കിലും ഏകദേശം ഒരു ലുക്ക് ചേഞ്ച് ആക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ദോഹ സെന്റർ എത്തിയിരിക്കുകയാണ്. ദോഹ സെന്ററിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എസ്പെഷ്യലി നാട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങിക്കാനുള്ള കുറേ അധികം അൽത്തുകുലത്ത് സാധനങ്ങൾ ഇവിടെ കിട്ടും. കണ്ണാടി, ക്യാമറ, വാച്ചുകൾ, ഓർണമെന്റ്സുകൾ, ഹെയർ ക്ലിപ്പുകൾ, ലേഡീസ് ഐറ്റംസ്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ടോയ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടിലേക്കൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്താൽ ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം എല്ലാ സാധനങ്ങളും ഒരൊറ്റ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന പോലെ ആയിരിക്കും. അങ്ങനെ നമ്മൾ നാട്ടിലേക്കുള്ള കുറച്ചധികം സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ കുറേ അധികം ഇൻഡോർ പ്ലാന്റ്സ്, അതായത് പ്ലാസ്റ്റിക് ആണ്, പ്ലാന്റ്സിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ചെടിച്ചട്ടികളും ചെറിയ കിളിക്കൂടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി പിന്നെ അമ്മ കുറേ നേരം വട്ടം ചുറ്റി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനല്ലെങ്കിലും ഇതൊക്കെ കാണുന്നത് ഞങ്ങൾക്കൊരു ഹരമാണ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ R&Bയിൽ എത്തിയിട്ടുണ്ട്. അമ്മയോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും 2 ജഗ്ഗിനൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ എൻ്റെ എക്സൈറ്റ്മെന്റിലാണ് അമ്മയുള്ളത്. സോ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടെ മുന്നേ പോയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾ ഒരുപാട് സമയം എടുക്കും ഇങ്ങനെ നോക്കി പിടിച്ച്, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി, അങ്ങനെ പല പല പരിപാടികളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. സോ നമ്മൾ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അമ്മ ട്രൈ ചെയ്ത് നോക്കിയ ഡ്രസ്സുകളെല്ലാം ഞാനിവിടെ ഫോട്ടോസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഈ 2 ടോപ്പും ജഗ്ഗിനുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അമ്മയുടെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ട് നാളെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, ഹമദ് പോർട്ടിലേക്ക്. ഞാൻ അതിന്റെ ഷോർട്ട് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹമദിന്റെ ഫുൾ വീഡിയോ നാളെ അമ്മയുടെ പുതിയ ലുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. R&Bയിൽ നിന്ന് നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് മെസ്സിലയിലെ ലുലുവിലേക്കാണ്. കാരണം നമ്മൾ ലുലു എന്നാണ് സാധനങ്ങളൊക്കെ എപ്പോഴും വാങ്ങിക്കാറ്. സോ ഈ മാസത്തെ സാധനങ്ങളുടെ പർച്ചേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലുലുവിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഇട്ട് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം ലുലു എന്ന് വാങ്ങിയിട്ട് വീണ്ടും തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ബിന്നോം റാനിൽ മുന്നേ ഉണ്ടായിരുന്ന ബ്രൊക്കോളിക്ക് പകരം ഇപ്പൊ കാലിക്കറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റ് ഉണ്ട്. സോ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അതിന് മുൻപായിട്ട് ഈ കാണുന്ന പാത്രത്തിലുള്ള ഫുഡ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഏകദേശം അറിയുന്നുണ്ടാവും. എന്റെ കുഞ്ഞിന്റെ ഫുഡാണ്. സോ ഇന്ന് നമ്മൾ അവൻ എടുത്തിട്ടുള്ളത് സ്റ്റീം ചെയ്തിട്ടുള്ള ആപ്പിളും ഒരു ഈന്തപ്പഴവും അതേപോലെ തന്നെ വെള്ളമാണ്. ഞാനൊരു സെഷ്വാൻ റൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പുറത്ത് എവിടെ പോയാലും അവനുള്ള ഫുഡ് കരുതുക എന്നുള്ളത് ഇപ്പോൾ ഒരു ശീലമായിരിക്കുകയാണ്. കാരണം ഒരു 2 വയസ്സിന് ശേഷം പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് 2 അഭിപ്രായം വരാം. കുഞ്ഞിന് എല്ലാത്തരം ഫുഡും കൊടുക്കണം, കുഞ്ഞ് എല്ലാത്തരം ഫുഡുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഒരു 2 വയസ്സ് വരെ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടും കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് നല്ലതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഉപ്പും പഞ്ചസാരയും ഒഴിവാക്കണം എന്ന് പറയുന്നതും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് കാലിക്കറ്റ് ടേസ്റ്റിന്റെ സ്വന്തം കിളിക്കൂട് എന്ന് പറഞ്ഞ സ്നാക്ക് കണ്ടത്. അപ്പോൾ നമ്മുടെ ഔട്ടിങ്ങിന്റെ തീരെയാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്